ഈ ചർച്ചയുടെ അവസാന ഘട്ടമാണ്. ശ്രീ രാജരാജവർമ്മ, നേരത്തെ അങ്ങയിലേക്ക് വരാൻ ഞാൻ ശ്രമിച്ചു. അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ്. സാങ്കേതിക പ്രശ്നമുണ്ടായതുകൊണ്ടാണ് മറ്റു വിഷയങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. എനിക്കറിയേണ്ടത്, കോടതിയിൽ നിന്ന് ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട്, തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണ് എങ്കിൽ, നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശമുള്ളത്. മകനെ തന്ത്രിയാക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ശുപാർശ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണുള്ളത്. അതിൽ കോടതിയിൽ നിന്ന് ഒരു അഭിപ്രായം ചോദിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും കൊട്ടാരത്തിന്റെ നിലപാട്? തീർച്ചയായിട്ടും ഈ തന്ത്രി വിഷയത്തിൽ എനിക്ക് ദേവസ്വം ബോർഡിൽ കോടതിയിൽ നിന്ന് കത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ കാരാഴ്മ തന്ത്രസ്ഥാനം പുനഃസ്ഥാപിച്ച് ഇത് റെഗുലേറ്റ് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റേതെങ്കിലും രീതിയിലുള്ള അയോഗ്യതകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറമേന്നുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മേശാന്തി നിയമനത്തിനുള്ള ഇൻ്റർവ്യൂ നടത്തണം എന്ന് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്. ഈ സംബന്ധത്തിൽ ഞാൻ 2 വിഷയങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ട്, കാരണം വലിയ മനോവിഷമത്തോടു കൂടിയാണ് ആ വിഷയം എനിക്ക് ഇന്നലെ കേട്ടാൻ ഇടയായത്. അത് ശബരിമല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി ശബരിമലയിൽ ഒരു സിംബോളിക് ഭസ്മക്കുളം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പറഞ്ഞു. ഇത് ആരുടെയൊക്കെ ചോദിച്ചു എന്തിനു ചെയ്യുന്നു എന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇത് ഈ ബന്ധപ്പെട്ട കക്ഷികളുമായിട്ടോ കോടതിയായിട്ടോ സർക്കാരുമായിട്ടോ ആലോചിച്ചിട്ടോ ഒന്നുമല്ല ഈ ചെയ്തിരിക്കുന്നത്. ഈ സിംബോളിക് ഭസ്മക്കുളം പണിയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് ദയവ് ചെയ്ത് പിന്മാറണം. രണ്ടാമത്തത് ഞാൻ മനസ്സിലാക്കിയത്, അവിടെ ശബരി ഗസ്റ്റ് ഹൗസ് അനക്സിൻ്റെ സമീപത്ത് വീണ്ടും ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് വരാൻ വേണ്ടി പോകുന്നത് പറയുന്നു. ഇപ്പം തന്നെ അവിടെ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ കൂനയാണ്. ഉള്ള കെട്ടിടങ്ങൾ പൊളിച്ചു കളയുന്നതിന് പകരം വീണ്ടും അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി വെക്കുന്ന നടപടിക്രമത്തിൽ നിന്നും അത് ദേവസ്വം ബോർഡ് ഒഴിഞ്ഞു മാറണം എന്നുകൂടെ ഞാൻ പ്രത്യേകം പറയുന്നു. കോടതിയിൽ നിന്ന് എന്ത് ചോദിച്ചാലും ശക്തമായിട്ട് ഞാൻ രേഖകൾ അനുസരിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വാലിഡിറ്റിയുള്ള ഡോക്യുമെൻറ്റ്സ് അനുസരിച്ച് മാത്രമേ ഞാൻ മുമ്പോട്ട് പോകുള്ളൂ. ഞാനിവിടെ ആരുടെ മുഖം നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുന്ന പരിപാടിയല്ല. കർക്കശമായിട്ട് നിലപാട് എടുത്ത് തന്നെ പോയേ പറ്റുള്ളൂ. എന്നാലും മാത്രമേ ശബരിമല കാര്യങ്ങൾ എല്ലാം റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ 2-3 കാര്യം കൂടെ ഇവിടുത്തെ ഭരണസമിതി, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടു. ലെജിസ്ലേഷൻ ഉണ്ടാക്കുന്ന ഉത്തരവാദിത്തം മാത്രമേ സർക്കാരിനുള്ളൂ എന്ന്. ശരിയാണ്, അത് അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ടത്. പക്ഷെ അതിൻ്റെ മുകളിൽ ഒരു സൂപ്പറിൻറ്റൻഡിങ് അതോറിറ്റി സർക്കാരിനുണ്ട്. അതായത് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഒബ്ലിഗേഷൻ ഉണ്ട്. അത് സർക്കാർ എക്സിക്യൂട്ട് ചെയ്യണം. 2, ശബരിമലയിലെ ആചാരങ്ങൾ റീകോഡ് ചെയ്യണമെന്ന് 2019 പറഞ്ഞിരുന്നു. അംഗീകരിച്ചതാണ്. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ആവശ്യമില്ലാത്ത ക്രൗഡ് മാനേജ്മെൻറ്റ് നമുക്കെല്ലാം നിർത്തിക്കാൻ പറ്റും. ശബരിമലയുടെ വരുമാനം ഇപ്പം കിട്ടുന്നതിനേക്കാൾ 3 ഇരട്ടി ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ല, ഞാൻ ധരിച്ചത് തെറ്റായിരിക്കാം. ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് മാത്രമല്ല, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ സർക്കാരിലേക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. കോടതി എന്ത് തീരുമാനം എടുക്കുന്നോ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും വ്യക്തമായ രേഖകൾ സഹിതം ഞാനവിടെ കൊണ്ട് ഹാജരാക്കും. അതിനെപ്പറ്റി ആർക്കും യാതൊരു സംശയമുണ്ട്. ഇവിടെ എനിക്ക് ആരുമായിട്ടും ഒരു വ്യക്തിവിദ്വേഷം ആരുമായിട്ടില്ല. സ്ഥാപനം നന്നായിട്ട് പോകണം. അവിടെ ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ക്രൗഡ് മാനേജ്മെൻറ്റ് അവരുടെ എഫക്റ്റീവായിട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ 18ാം പടിക്ക് മുകളിലുള്ള ആചാരങ്ങൾ റീകോഡ് ചെയ്ത് പുനഃസ്ഥാപിക്കണം. ആ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാ ക്ഷേത്രങ്ങൾക്കും തന്ത്രിയാണ് അന്തിമ വാക്ക്. പക്ഷേ ശബരിമലയിൽ ഇത് ആപ്ലിക്കബിൾ അല്ല, ഇത് പ്രാധാന്യമല്ല. അത് നടക്കില്ല. കാരണം അത് അൺഇൻകോർപ്പറേറ്റഡ് ടെമ്പിളാണ്. അവിടെ ഇന്ന കർമ്മങ്ങളെ ചെയ്യാൻ പാടുള്ളെന്ന് നിബന്ധനയുണ്ട്. അത് മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. മേൽശാന്തിക്കോ തന്ത്രിക്കോ ആർക്കും സാധ്യമല്ല. അതുപോലെ തന്ത്രികൾക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളെല്ലാം പ്രതിഷ്ഠാനമുണ്ട്. ശബരിമലയിൽ പ്രതിഷ്ഠാനവുമില്ല. കാരണം ആ ബിംബത്തിലേക്ക് ആ ജൈവ ചൈതന്യം വിലയം പ്രാപിച്ചിട്ടുള്ളതിനാൽ ആ വിലയത്തിൻ്റെ ശക്തി ആർക്കും മാറ്റാനോ കൂട്ടാനോ കുറയ്ക്കാനോ ആവാഹിച്ചു മാറ്റാനോ സാധ്യമല്ല. ശബരിമല വിഷയത്തിൽ വലിയൊരു ബോധവൽക്കരണമാണ് ഇപ്പം ഈ ആചാര്യ സമൂഹത്തിലും പബ്ലിക്കിലും ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ പ്രഥമമായ വിശ്വാസം. വിദഗ്ധരുടെ അഡ്വൈസറി ബോർഡ് അടക്കം വേണം. അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉള്ളതാണ്. അതിൽ അടിയന്തര നടപടി വേണമെന്ന തർക്കമാണ് പന്തളം കൊട്ടാരത്തിന്റെ ആവശ്യം. ഡിബേറ്റ് വിത്ത് മാധു സജി.